ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക. അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിൽ തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറഞ്ഞത് 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. പുന്നാര ഹബീബുകളെ, പുന്നാര ചങ്ങായിമാരെ, ഇപ്പോഴത്തെ വലിയ വിഷയം എന്ന് പറയുന്നത് എന്താണ്? പാണ്ടിക്കാട് കുഞ്ഞന്റെ എല്ലാവിധ തട്ടിപ്പുകളും പുറത്തായി എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കർണാടകയിൽ പോയിട്ടാണ് അദ്ദേഹം നറുക്കെടുപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വലിയൊരു ഉഡായിപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് കേരളത്തിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അത് നിയമവിരുദ്ധമാണ്. ഇവിടുത്തെ നിയമത്തിനും ഇവിടുത്തെ പോലീസിനൊക്കെ കബളിപ്പിച്ചുകൊണ്ട് അത് മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി നടത്തുന്നു. അപ്പോൾ കർണാടകയിൽ പോയിട്ട് അവിടെ പോയിട്ട് നറുക്കെടുപ്പ് നടത്തിയാലൊന്നും ഇത് പ്രശ്നമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടുന്ന് ഒരു കേസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഉഡായിപ്പാണെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. പല പല ആളുകളുടെ വീഡിയോസിൽ പറയപ്പെടുന്നത് ഇദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല, ഇദ്ദേഹം ഇതിനു മുൻപും ഇത്തരം ഒരു കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന്. അന്ന് അതിൻ്റെ നറുക്കെടുപ്പും കാര്യങ്ങളും നടന്നിട്ടില്ല. പലർക്കും പൈസ തിരിച്ചു കൊടുക്കും എന്ന് പറയപ്പെട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയപ്പെടുന്നു. പിന്നെ ഒരാളുടെ കമൻറ്റിൽ വായിച്ചു, ഈ പ്രാവശ്യത്തെ നറുക്കെടുപ്പിൽ പൈസ അയച്ചു കൊടുത്തിട്ട് അത് പൈസ അയച്ചതിന് കൊടുത്തതിന് റിപ്ലൈയും കിട്ടിയില്ല, അതിൻ്റെ കൂപ്പണും കിട്ടിയില്ല എന്നുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പലരും പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായം നമുക്ക് എന്തായാലും കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിൽ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നുതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്. രണ്ടാമത്തെ വീഡിയോ ഇതും അവനാണ്, പാണ്ടിക്കാട്. അപ്പോൾ രണ്ടും പാണ്ടിക്കാട് കുഞ്ഞൻ തന്നെയാണ്, ആള് മാറിയിട്ടൊന്നുമില്ല. കാരണം വീഡിയോസിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ 2 ഉഡായിപ്പാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പാണ്ടിക്കാടൻ കുഞ്ഞോനോട് തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ കിടന്ന് ഉരുണ്ട് കളിക്കണം ഇദ്ദേഹം. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്നും ഇത് ഇത്ര വലിയ വിഷയത്തിലേക്ക് പോകുന്നു വിചാരിച്ചില്ല. കാരണം ഈ സബ്സ്ക്രൈബേഴ്സുകളും അതുപോലെ തന്നെ ഒരുപാട് ആരാധകരും ഒക്കെ കൂടുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്ത് ചെയ്താലും ഇവർ വിശ്വസിക്കും, ഇവരെങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം, ഇത് ഞങ്ങളുടെ യോഗമാണ്, ഈ പൊട്ടക്കിണറ്റിലെ തവളകളുടെ പോലെ ഇത് ഞങ്ങളുടെ ലോകമാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള തോന്നലാണ്. അപ്പോൾ പാണ്ടിക്കാടനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് നിയമവിരുദ്ധമാണോ? സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല, സംഗതി നിയമവിരുദ്ധം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളെ കേരളത്തിൽ നടക്കൂല. അദ്ദേഹത്തിന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കേസ് ഉണ്ടാവും, കേസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ കേസ് ഉണ്ടാവും. ഇനി ഇതിനെ എങ്ങനെയെങ്കിലും ഒരു പുകമറയിലൂടെ ആൾക്ക് രക്ഷപ്പെടണം. പഴയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പോകാനും പാടില്ല, ആൾക്കാർക്കുള്ള ഇഷ്ടം കുറയാൻ പാടില്ല, എന്നാൽ എനിക്ക് പറ്റിക്കുകയും വേണം, അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ വേണം. അതായത് ഒരു പണിക്കും പോകാതെ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് വളരെയധികം സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നവരൊക്കെ. ഇതുപോലെ ഉടായ്പ കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. അവരുടെ പേര് ഞാൻ ഇനി വേറെ ആൾക്കാരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളാരും ഇത്തരം പരിപാടികളിൽ പെട്ടുപോകരുത്. കാരണം ഇദ്ദേഹം തന്നെ പറയുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കില്ലെന്ന്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിന് വളരെ നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ് ഈ വക കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നടക്കാത്തൊരു സംഭവം തൊട്ടടുത്ത സംസ്ഥാനത്ത് പോയിട്ട് അവിടെ വെച്ച് നടക്കുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു വിഷയം, അതായത് കണ്ണടച്ച് ഇരുട്ടാക്കുമെന്ന് പറയും. ഇവർ ചെയ്ത കാര്യം എന്താ? കേരളത്തിലാണ് ഇതിനൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതും കേരളത്തിലാണ് ഇതിൻ്റെ പബ്ലിസിറ്റി ഫുൾ ചെയ്യുന്നത്. കാരണം ഒരുപാട് വീടുകളില്ലാത്ത പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ശരി ഒരു 1000 രൂപയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും ഭാഗ്യവശാൽ അതിൽ പെടുകയാണെങ്കിൽ ഒരു വീട് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് പ്രവാസി അല്ലാത്ത ആൾക്കാർ, വീട് വയ്ക്കാൻ കഴിവില്ലാത്തവർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇത്തരം പ്രലോഭനങ്ങളിൽ പെട്ടുപോകും. അങ്ങനെ 8350ഓളം എൻ്റെ ഒരു അറിവിൽ അത്രത്തോളം ഇവർ ടിക്കറ്റ് വിറ്റിട്ടുണ്ട്. 1 കോടി രൂപയുടെ അടുത്തോളം ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് പാണ്ടിക്കാടൻ്റെ ഈച്ചെന്ന് തോന്നുന്നുണ്ട്. മനുഷ്യനിട്ട് കുറച്ച് നേരമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി.
അപ്പോൾ എന്തായാലും ഒരു പെട കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആൾ കിട്ടിയിട്ടില്ല, അത് മിസ്സായി. അപ്പോൾ എന്നിലാവട്ടെ, അടുത്ത കാര്യത്തിൽ കിടക്കാം. അപ്പം അത്തരം ടിക്കറ്റുകൾ എല്ലാവരും എടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരുപാട് ലാഭങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ ലാഭം കിട്ടുന്നത് ഇവിടെ വെച്ച് കേരളത്തിൽ വെച്ച് ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് ചെയ്താലും ഇതിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. ആ സ്ഥലം മാറിയെന്നുള്ളൂ. കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ളത് കേരളത്തിലെ ആൾക്കാരാണ്. ഇനി ഇദ്ദേഹം തന്നെ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കർണാടകയിൽ നിന്ന് ചിലപ്പോൾ ഒരു 10 പേര് എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവരൊക്കെ ചേർന്നിട്ടൊരു നാടകക്കളി. അപ്പം അതിൻ്റെ ഒരുപാട് വീഡിയോസുകൾ മറ്റ് പലരുടെയും ചാനൽ നമ്മൾ കണ്ടു. ഒരു സെല്ലോ ടോപ്പ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ അടിയിൽ പോയി ചീരി വെക്കുക. ഇദ്ദേഹം അത് എടുക്കുന്നത് തന്നെ കാണുമ്പോൾ തന്നെ ഒരു പന്തികേട് നമുക്ക് തോന്നും, അത് ഫീൽ ചെയ്യും. ഇവർ വിചാരിച്ചെന്താ അതൊന്നും പ്രശ്നമില്ല. ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താ, നല്ല പരമ സുഖമാണ്. എയർമെന്നൊക്കെ വിട്ടാണ്ട് ഇപ്പൊ റോക്കറ്റുമ്പൊക്കെ എത്തിക്കണം. ആദ്യം എയറില, ഇതിപ്പോ റോക്കറ്റാണ്. ഒരുപാട് ആളുകളെ ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് നിങ്ങൾ എയർമ കയറി അവിടുന്ന് റോക്കറ്റിലേക്ക് പോയത്. അത് അങ്ങനെ തന്നെയാണല്ലോ. ഇനി റോക്കറ്റിലല്ല, ഇനി അതിൻ്റെ അപ്പുറത്തേക്കും കൂടി നിങ്ങൾ പോകും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം പോയിട്ട് പിന്നെ താഴെ വരും സമ്മാനം മേടിക്കാൻ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ കാണേണ്ടി വരും. ആ സമയത്ത് എൻ്റെ മാണിക്കല്ലേ പുന്നാര ഹബീബേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ 8 കൊല്ലത്തിന് ഇടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് അടിച്ച് കിട്ടുന്നത്. അത് നല്ല ഒരു 1.5 കിട്ടലാണ് കിട്ടിയത്. പക്ഷെ പേടിച്ചാലൊന്നുമില്ല, നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് ആരും പേടിച്ചേണ്ട ആവശ്യമില്ല. ഏത് വൈക്ക് വേണമെങ്കിൽ നീങ്ങാൻ നമ്മൾ റെഡിയാണ്. ഒരു തെറ്റും നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല എന്ന് പറയരുത്. ചെയ്ത മുന്നത്തൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിൽ വേറൊരാൾ പറയുന്നതുകൊണ്ട് അത് കേട്ടാൽ നമ്മൾ ഇത് ആദ്യമായിട്ടാണോ അവസാനമായിട്ടാണോ ഇത് തുടങ്ങാനുള്ള പരിപാടിയാണോ എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക ആദ്യം. സുഹൃത്തുക്കൾ 2 വാക്ക് പെട്ടെന്ന് പോകും. ഞാൻ 2 വീഡിയോ പെട്ടെന്ന് കാണിച്ചതാ. ഒന്നതാ പാണ്ടിക്കാട് കുഞ്ഞോനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്. രണ്ടാമത്തെ വീഡിയോ ഇതാ, ഇതും അവനാണ്, പാണ്ടിക്കാട് കുഞ്ഞോന്റെ. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ ഇതേപോലെ 3000 റുപ്യ വെച്ചിട്ട് എത്ര 3000 ആളുകളാ അങ്ങാണ്ട് ഒരു നറുക്കെടുപ്പുണ്ട് പറഞ്ഞപ്പോ എനിക്കത് കണ്ടപ്പോ തന്നെ ഉടായ്പാൻ തോന്നിയപ്പോ ഞാൻ നേരെ നമ്മളെ CAG ഗ്രൂപ്പിലെ ഫൈസലിന് വോയിസ് വിട്ടു. അപ്പൊ ഫൈസല് പാവം പറഞ്ഞു, ഞാൻ അവന്റെ വീഡിയോ ഒന്നും കാണലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈസല് പാവം സെർച്ച് ചെയ്ത് നോക്കിയ പാടന്ന് എന്നോട് പറഞ്ഞു, ജീവിക്കത് ഉടായ്പാണത്, ഇതിന് ഒരു വീഡിയോ ഇറക്കണം പെട്ടെന്ന്, പാവപ്പെട്ട പ്രവാസികളൊക്കെ ഇതിൽ പെട്ടുപോകും എന്നിട്ട് ഫൈസലിന് ടെൻഷനായിട്ട്, ഫൈസലിന് ഒരു വശമായിട്ട് ഫൈസൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസിന് പറഞ്ഞത് നിയമവിരുദ്ധാന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ഇറക്കാൻ പറ്റില്ല, മനസ്സിലായ? അങ്ങനെ ഫൈസൽ കുറെ ബുദ്ധിമുട്ടി പാവും ഇതിന് സത്യസന്ധത അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാനുള്ളത്, ഈ പാണ്ടിക്കാട് കുഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉഡായിപ്പിൽ മാത്രം ജീവിക്കുള്ളൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയ ആളാണ്. എന്നിട്ട് ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോ ഇരുന്ന് പറയാണ്, ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന്. എടാ പാണ്ടിക്കാട് പോത്തെ, നീ ആദ്യത്തെ വീഡിയോ ആദ്യം ഡിലീറ്റ് ചെയ്യണ്ടേ? എന്നിട്ട് എല്ലാവരും ശക്തമായിട്ട് ഷെയർ ചെയ്തവരും അത് ഡിലീറ്റ് ചെയ്യുന്നു പറയണ്ടേ? അത് ഈ പാണ്ടിക്കാട് കുഞ്ഞോ രണ്ടാമത്തെ വീഡിയോയിൽ പറയണില്ല. ഉടായിപ്പാണ് ഇതൊക്കെ. ഇവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ മനഃപൂർവ്വം കളിച്ച ഗെയിമാണിത്. മനഃപൂർവ്വം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ച ഗെയിമാണിത്. 2.5 ലക്ഷം റുപ്യ എങ്ങാണ്ട് വന്നിക്കിടത്തേ. ഇനി നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല, ഈ ഞായറാഴ്ച ആണെങ്കിൽ മറ്റന്നേ പറ്റൂല. അപ്പൊ അതിലിടക്ക് എത്ര ലക്ഷം വന്ന് വീഴും? ഇതിനൊക്കെ ഉത്തരവാദി പാണ്ടിക്കാട് കുഞ്ഞോനാണ്. പാണ്ടിക്കാട് കുഞ്ഞോ കൊടുക്കണ ഈ പാവപ്പെട്ടവരെ പൈസ. പാവപ്പെട്ട പ്രവാസികൾ വീടും കാര്യമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പൊ ഇതിൽ ഏരാവുന്ന നന്നായിട്ട് അറിയാം. വീടുകളൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ ഒരു 3000 പായാലും ഒരു വീട് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഇതിന് കൊണ്ടുവരും എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നല്ല ഇത് നിയമവിരുദ്ധം അറിഞ്ഞിട്ട് കളിച്ച ഗെയിമാണ്. പാണ്ടിക്കാട് കുഞ്ഞോനിക്ക് ഇത് ആരും പഠിപ്പിക്കണ്ട. വൃത്തികെട്ട ബുദ്ധി കംപ്ലീറ്റ് തലനുള്ളിലുള്ള തൊള്ള വൃത്തഘട്ടം പാണ്ടിക്കാട് കുഞ്ഞോനാണ്. ഇവന് ജീവിതകാലത്ത് ഇവനൊന്നും ഈ പാണ്ടിക്കാട് ഈ കുഞ്ഞോനൊന്നും അധ്വാനിച്ച് തിന്നൂല. അധ്വാനിച്ച് തിന്നാണെങ്കിൽ വക പരിപാടി നടത്തില്ലല്ലോ. അധ്വാനിക്കാതെ മേലനങ്ങാതെ എങ്ങനെ സമ്പാദിക്കാം എന്ന് മാത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞു വന്നിരുന്നു, ഇനിയും ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ കമ്പിളി പുതപ്പ്, ബെഡ്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് 1000 രൂപക്ക് ബെഡ്ഷീറ്റ്, പിന്നെ സ്വർണം 30 പവന്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉഡായിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ യൂട്യൂബിൽ നിന്ന് ആയിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചട്ടം കൂട്ടിയിട്ട് മൂഞ്ചിക്കലുണ്ട്. പിന്നെ മൂഞ്ചിക്കൽ തന്നെയാണ് അതിൻ്റെ അവസാനം വരിക.
പിന്നെ പരാപരപ്പ് പറയുന്ന ഒരാളുണ്ട്, അയ്യോ അസ്സലാമലൈക്കും, അയ്യോ ഞാനിന്ന് കഞ്ഞവെള്ളം കുടിച്ചിട്ടില്ല, ചോറിൻ്റെ വറ്റാണ് നിന്ന് ഊറ്റി തിന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് വൈറലായിട്ട് കുറേ കാശുണ്ടാക്കിയ ഒരാളുണ്ട്. ഞാൻ പേരെടുത്ത് പറയണില്ല, എനിക്ക് അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കൽ പുറമെ വെച്ച് കണ്ടപ്പോൾ ഒരു മൈൻഡും ഇല്ല, ഒരു ഇതുമില്ല. ഹോസ്പിറ്റലിൽ കിടന്ന് ഉപ്പ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇടുന്നു. അപ്പോൾ നമ്മുടെ ഫാദർ അതുപോലെ അവിടെ കിടന്നിരുന്നു. അപ്പോൾ അവരെ വെച്ച് കണ്ടു ഇദ്ദേഹത്തിനെ. പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും, അദ്ദേഹം കണ്ടത് ഇന്ന ആളല്ലേ വെച്ചപ്പോഴെന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്താൽ പോയി. വലിയൊരു സ്റ്റാർ പോകുന്നത് പോലെ. ഇതിനെതിരെ ശേഷം പരാപരപ്പിൻ്റെ വീഡിയോകൾ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഇപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഒരു മൂഞ്ചിക്കൽ പരിപാടി, അങ്ങനെ തന്നെ പറയുള്ളൂ. ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ബെഡ്ഷീറ്റും കമ്പനിയും 1000 രൂപ 75 ലക്ഷം മറ്റത് സ്വർണ്ണങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ പെടുത്താനുള്ള അടുത്ത പരിപാടി ഉണ്ട്. ഇനി അതിൻ്റെ നറുക്കെടുപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത് പടച്ചോൽക്കറിയാം, അവർക്കും അറിയാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ചെന്ന് പെടാതിരിക്കുക. പ്രശ്നങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ എന്തിട്ടാണ് പാടിക്കാട് കുഞ്ഞിൻ്റെ പുതിയ പേരെന്താ, പക്ഷെ കള്ളന്നില്ല പേര് മാത്രം ഇപ്പൊ വന്നല്ല. ഇനി ഇതുപോലത്തെ ഷീറ്റ് വെക്കുന്ന കുറെ കള്ളന്മാർ വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജനങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചും കണ്ടിരിക്കുക. ഇത്തരം ഉടായ്പിലൊന്നും പെടാൻ പോകരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക്